ഗൈസ്, അപ്പോൾ IPL-ന്റെ ഉദ്ഘാടന മത്സരം ഇന്ന് നടക്കും. ഭയങ്കര കാറ്റാണ് ഇവിടെ കേരളത്തിൽ. എന്തായിരുന്നാലും കൊൽക്കത്തയിലും ഓറഞ്ച് അലർട്ടൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാവുമെന്ന് അറിയില്ല. 60% മഴയ്ക്ക് സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ കളി അബൻഡൻ ചെയ്യാനുള്ള സാധ്യതകൾ നമുക്ക് ഒഴിവാക്കി കളയാൻ പറ്റില്ല. 1-1 പോയിന്റ് വീതം ഷെയർ ചെയ്യാനാണ് സാധ്യത. എന്നിരുന്നാലും ഇന്ന് കളി നടക്കുകയാണെങ്കിൽ അത് കൊൽക്കത്തയിലാണ്. സോ പേസിനെ തുണയ്ക്കുന്ന ഒരു ബാറ്റിംഗ് പിച്ചാണ്. സോ സ്വാഭാവികമായിട്ടും കൊൽക്കത്ത ആ കണ്ടീഷൻസിൽ അടിപൊളിയാണ്. ഈ മഴ കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല കളി നടക്കുന്നത്. ഇത് ഇവിടുത്തെ നോക്കണ്ട, എന്നാലും അവിടെ ഇതിനേക്കാൾ കഷ്ടമാണ്. ഓറഞ്ച് അലർട്ടാണ്. അപ്പോൾ കളി നടക്കുകയാണെങ്കിൽ കൊൽക്കത്തയ്ക്ക് മേൽക്കൈ ഞാൻ കാണുന്നുണ്ട്. സെയിം ഓപ്പണിംഗ് ലൈനപ്പൊക്കെ തന്നെയായിരിക്കും ഓൾമോസ്റ്റ്. നരൈൻ പിന്നെ ഈ പറഞ്ഞ പോലെ സാൾട്ട് നേരെ ഓപ്പോസിറ്റ് ടീമിലേക്ക് പോയേക്കാണ്. ചാമ്പ്യൻ നേരെ മറുകണ്ഠം ചാടിയിരിക്കുകയാണ്. പിന്നെ പറയുമ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അവരുടെ 4ാമത്തെ നക്ഷത്രത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. അങ്ങനെ വരുമ്പോൾ ഒരു കോർബോ ജീപ്പോ ഇനി ഒരു പുതിയ വാക്ക് കൂടി കണ്ടുപിടിക്കേണ്ടി വരും. എന്തോ ആട്ടെ, 4ാമത്തെ നക്ഷത്രത്തിന് വേണ്ടി അവരിറങ്ങുമ്പോൾ അവരുടെ കന്നിക്കിരീടത്തിന് വേണ്ടിയിട്ട് 18ാമത്തെ സീസണിൽ 18ാം നമ്പർ ജേഴ്സി അണിഞ്ഞുകൊണ്ട് വിരാട് കോഹ്ലി ഇറങ്ങുകയാണ്. കഴിഞ്ഞ 18 വർഷമായിട്ട് 18ാം നമ്പറാണ്. IPL-ന് മധുര 18 തികഞ്ഞിരിക്കുകയുമാണ്. സോ ആ ഒരു മധുരം വിരാട് കോഹ്ലിക്കും ഈ IPL സമ്മാനിക്കുമോ എന്ന് നമുക്ക് നോക്കിക്കാണാം. എന്തായാലും ലൈനപ്പും ഡീറ്റെയിൽസൊക്കെ വഴി പറയാം. പക്ഷേ കളി ഈ ഒരു അവസ്ഥ വെച്ച് നോക്കിയിട്ട് നടക്കുമെന്ന് തോന്നുന്നില്ല. മഴയാണ്, ചുറ്റും മഴ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം മഴ കൂടി കൈസ് നമുക്കിനി ഇവിടെ നിൽക്കുന്നത് നടക്കില്ല. അപ്പം എന്തായാലും ബാക്കി കാര്യങ്ങൾ അകത്ത് ചെന്നിട്ട് പറയാം. പ്രശ്നമാണ്, IPL-ലും എല്ലാം പ്രശ്നമാണ്. സോ മഴ കാരണം നമുക്ക് അകത്തേക്ക് കയറേണ്ടത്. പെരും മഴ നടന്നുകൊണ്ടിരിക്കുന്ന പുറത്ത് ശബ്ദം കേൾക്കുന്നുണ്ടാവാം. അപ്പോൾ ചരിത്രത്തിലെ 2ാം തവണയാണ് ഇപ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആൻഡ് RCB ഒരു ഇനോഗ്രൽ മാച്ച് കളിക്കുന്നത്. ഇതിനു മുൻപ് നടന്നത് ഐക്കോണിക് മാച്ചാണ്. 159 നോട്ട് ഔട്ട് പറഞ്ഞാൽ ഒരുപക്ഷെ അറിയാൻ പറ്റും. ബാസ്ബോൾ ആദ്യമായിട്ട് ആളുകളിലേക്ക് കൂടുതൽ ശ്രദ്ധ പിടിച്ച ഒരു മത്സരം കൂടിയായിരുന്നത്. IPL-ന്റെ ഇനോഗ്രൽ മാച്ച്, അതായത് IPL 2008 IPL-ന്റെ ചരിത്രത്തിലെ ആദ്യ മത്സരത്തിൽ ബംഗളൂരുവിൽ നടന്ന മത്സരത്തിൽ ആണ് ആദ്യമായിട്ട് കൊൽക്കത്ത വേഴ്സസ് RCB ആദ്യമായിട്ട് നടക്കുന്നത്. KKR വേഴ്സസ്. അപ്പോൾ 2ാം തവണയാണ് ഇപ്പോൾ നടക്കുന്നത്. പിന്നെ ഈ മാച്ച് നടക്കുന്നത് കൊൽക്കത്തയിൽ വെച്ചിട്ടാണ്. സോ കൊൽക്കത്ത RCB അത്ര ഒരു നല്ല ഗ്രൗണ്ട് അല്ല. 49-10 എന്ന് പറഞ്ഞാൽ പല ഫാൻസിന് അറിയാൻ പറ്റും, അല്ലെങ്കിൽ IPL ഫാൻസിന് അറിയാൻ പറ്റും. ചിലപ്പോൾ ഇതിനെനിക്ക് പെട്രോളും കിട്ടാം. അപ്പോൾ ആ ഒരു ഗ്രൗണ്ടിലാണ് കളിക്കുന്നത്. പിന്നെ കറണ്ട് ചാമ്പ്യൻസാണ് നേരത്തെ പറഞ്ഞതുപോലെ. പിന്നെ അത്യാവശ്യം ബാലൻസ്ഡ് തന്നെ ബാറ്റിംഗ് ലൈനപ്പും ബോളിംഗ് ലൈനപ്പുമാണ് അവർക്ക്. സ്പിന്നും പേസും ഒക്കെ കൃത്യമായിട്ട് യൂസ് ചെയ്യാവുന്ന തരത്തിലുള്ള കളിക്കാരുള്ള ടീമാണ് കൊൽക്കത്ത. സോ അതുകൊണ്ട് തന്നെ ഒരു 51-49 എന്ന രീതിയിൽ ഞാൻ കൊൽക്കത്തയ്ക്ക് മേൽക്കൈ കൊടുക്കുന്നുണ്ട് ഇവിടെ ജയത്തിന്. പക്ഷേ ഒരു നോ റിസൾട്ട് എന്നുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. 1-1 എന്ന രീതിയിൽ പോയിൻറ്റ്സ് ഷെയർ ചെയ്ത് പോകാനും വളരെയധികം സാധ്യത ഞാൻ കാണുന്നുണ്ട്. പിന്നെ ഇന്നത്തെ മത്സരത്തെ പറ്റി പറയുമ്പോൾ അതൊരു പേസിനെ തുണയ്ക്കുന്ന പിച്ചായിരിക്കും. വേറെ ഒന്നുമല്ല, മഴ പെയ്തിട്ട് ബോൾ വെറ്റായിരിക്കും, ഗ്രൗണ്ടിൽ കുറച്ച് ഡ്യൂ ഉണ്ടാവും. പിന്നെ പിച്ചിലും ആ പറഞ്ഞ പേസിനുള്ള എല്ലാ സ്കിഡി ആയിട്ടുള്ളൊരു കണ്ടീഷൻസ് കിട്ടും. സോ ലിമിറ്റഡ് ഓവേഴ്സ് ആയിരിക്കും, റെസ്ട്രിക്റ്റഡ് ഓവേഴ്സ് ആയിരിക്കും. 20 ഓവേഴ്സ് ഫുള്ള് കിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു 12-14 ഓവറിൻ്റെ കളിയായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു 110 ആയിരിക്കും ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്നവർക്ക് കിട്ടാവുന്നത്. കാരണം 130 10 മുകളിൽ റൺ റേറ്റ് എടുക്കണമെന്ന് വിചാരിച്ചാൽ പോലും അതിന് ഈ സ്വിങ്ങും സംഭവങ്ങളൊന്നും സമ്മതിക്കില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ പുതിയ ബോളിംഗ് കണ്ടീഷൻസിൽ ഡ്യൂ അല്ലെങ്കിൽ അങ്ങനത്തെ ഫാക്ടേഴ്സ് ഉള്ളപ്പോൾ 2 ബോൾസ് എടുക്കാമെന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ പഴയ ഈ ഡ്യൂ ഫാക്ടർ കൊണ്ടുള്ള മേൽക്കൈയൊക്കെ ഇപ്പോൾ കുറയും എന്നും പ്രതീക്ഷിക്കേണ്ടി വരും. പിന്നെ പറയുകയാണെങ്കിൽ ലൈനപ്പിൽ പഴയ ടീമൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട്. 2 ടീമിലും LSGയുടെ ഓരോ പ്ലേയേഴ്സ് കയറി വന്നിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ കൊൽക്കത്ത അല്ലെങ്കിൽ RCB ആരാണോ ടോസ് കിട്ടുന്നത് അവർ ബോളിംഗ് ചൂസ് ചെയ്യാനുള്ള സാധ്യത, ചേസ് ചെയ്യാനുള്ള മെൻറ്റാലിറ്റിയിലായിരിക്കും. കാരണം ഡിഫെൻഡിങ് കുറച്ച് പാടായിരിക്കും. അതുപോലെ തന്നെ ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്നവർ വിക്കറ്റ് ചെറുപ്പറ പോകാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. കാരണം പേസിനെ സപ്പോർട്ട് ചെയ്യും മഴ പെയ്തു കഴിഞ്ഞാൽ എന്ന് തോന്നണം. അപ്പോൾ പ്രോബബിൾ 11 എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അതിൽ പ്രതീക്ഷിക്കുന്ന പേരുകളെന്ന് പറയുമ്പോൾ സുനിൽ നരൈനെ ഓപ്പണിംഗ് കളിപ്പിക്കുമോ എന്നുള്ളത് നോക്കി കാണേണ്ടി വരും. കാരണം സുനിൽ നരൈനെ ഓപ്പണിംഗ് സ്പോട്ടിൽ കളിപ്പിച്ചേക്കുന്നത് ഗൗതം ഗംഭീറുള്ള ടൈമിലാണ് കൂടുതലും. ഗംഭീർ ഇല്ലാത്തൊരു കാലത്ത്, ഗംഭീർ പോയതിന് ശേഷം ഒരു പോയിന്റിൽ നരൈനെ 4 ഡൗൺ അല്ലെങ്കിൽ 6 ഡൗൺ ഒക്കെ കളിപ്പിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് ഇന്നത്തെ കളിയിൽ നരൈൻ ഓപ്പണർ ആയിരിക്കും എന്നുള്ളത് നോക്കി കാണേണ്ടി വരും. അപ്പോൾ എൻ്റെ ആഗ്രഹത്തിൽ നരൈൻ ഓപ്പൺ ചെയ്യണം. അതുപോലെ തന്നെ കൂടെ ക്വിൻ്റൻ ഡി കോക്ക് LSG പ്ലെയർ ക്വിൻ്റൻ ഡി കോക്ക് വരും. പിന്നെ അതുപോലെ വെങ്കടേഷ് അയ്യർ,
അതിനുശേഷം ഈ പറഞ്ഞ പോലെ അങ്കുഷ് രഘുവംശി അല്ലെങ്കിൽ രഹാന്, പിന്നെ റിങ്കു സിംഗ്, റസൽ, റമൺദീപ്, പിന്നെ ഈ പറഞ്ഞ പോലെ ഹർഷിത് റാണ ഉണ്ടാവും ടീമിൽ, സ്പെൻസർ ജോൺസൺ ഉണ്ടാകാം, വൈഭവ് അറോറ ടീമിൽ വരാനുള്ള സാധ്യതയുണ്ട് സ്പിന്നറായിട്ട്. പിന്നെ പറയുമ്പോൾ വരുൺ ചക്രവർത്തി 11 പേരായി തോന്നുന്നു. എന്തായാലും ആ ഒരു സ്കോഡാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന, ആ ഒരു പ്ലേയിങ് 11 ഞാൻ പ്രതീക്ഷിക്കുന്നത്. RCBയുടെ കേസിൽ പറയുമ്പോൾ എനിക്ക് പ്ലേയേഴ്സിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് അറിയില്ല, നോക്കേണ്ടി വരും. എന്നാലും ഓപ്പണിംഗ് വിരാട് കോഹ്ലി ആൻഡ് കൊൽക്കത്തയിൽ നിന്ന് വന്ന ഫിൽ സോൾട്ട് ആയിരിക്കാം. പിന്നെ ഇപ്പുറത്ത് ബോളിങ്ങിൽ എന്തായാലും ജോഷ് ഹേസൽവുഡ് ഉണ്ടാവും. അപ്പോൾ വിരാട് കോഹ്ലി, ഫിൽ സാൾട്ട്, പിന്നെ ക്യാപ്റ്റൻ രജത് പട്ടിദാർ ആയിരിക്കാം, അല്ലെങ്കിൽ ദേവദത്ത് പടിക്കലായിരിക്കാം, LSGയിൽ നിന്ന് വന്ന പട്ടിദാർ ആയിരിക്കാം. പിന്നെ എന്തായാലും ഓവർസീസിൽ ഈ പറഞ്ഞ സാൾട്ട് കൂടാതെ ലിവിങ്സ്റ്റോൺ ഉണ്ടാവാം, പിന്നെ ടിം ഡേവിഡ് ഉണ്ടാകാം, ജോഷ് ഹേസൽവുഡ് ആയിരിക്കാം, 4 പേര്. അപ്പോൾ എത്ര പേര് ഒന്നുകൂടി പറയാം: സാൾട്ട്, കോഹ്ലി, പട്ടിദാർ, പടിക്കൽ, ടിം ഡേവിഡ്, ലയൻ ലിവിങ്സ്റ്റൺ, ജോഷ് ഹേസൽവുഡ്, പിന്നെ ഈ പറഞ്ഞാൽ കൃണാൽ പാണ്ഡ്യ, സ്പിൻ ഓപ്ഷനാണ് കൃണാൽ പാണ്ഡ്യ. ചിലപ്പോൾ സുയാഷിനെ കളിപ്പിക്കുമെന്ന് പറഞ്ഞാൽ 300 അടിച്ചെന്നാണ് RCB പ്രാക്ടീസ് മാച്ചിൽ. എനിക്ക് തോന്നുന്നു 7 ബോളായിട്ട് 6 ബോൾ 5 ബോളായിട്ട് അവൻ 20-22 കൊടുത്തിട്ടുണ്ടായി. സുയാഷ് കളിക്കുമെന്ന് അറിയില്ല. കളിപ്പിക്കുകയാണെങ്കിൽ സ്പിന്നറായിട്ട് സുയാഷ്, കൃണാലുണ്ട് ഓൾറെഡി, എന്നാലും സുയാഷ് വരും എന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഭുവനേശ്വർ കുമാർ എന്തായാലും ഉണ്ടാവുമായിരിക്കണം. സോ ഓൾമോസ്റ്റ് ഇതാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ടീം. എന്നാലും RCBക്ക് ഒരു പൊടിക്ക് താഴെയാണ്. എന്തായാലും കൊൽക്കത്തക്ക് ജയസാധ്യത കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ബാക്കി കളിയിൽ കാണാം. പിന്നെ ബോള് ഈ പറഞ്ഞ പോലെ പ്ലേയിങ് കണ്ടീഷൻ അങ്ങനെയാണ്, പേസിനെ സപ്പോർട്ട് ചെയ്യാം, അതുപോലെ ബോൾ ഭയങ്കരമായിട്ട് വെറ്റാവാം, സ്വിങ് കിട്ടാം, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. സ്കിഡി ആയിട്ട് പോവാം. സോ എന്തായാലും ഫസ്റ്റ് മാച്ച് നടന്നാൽ മതിയായിരുന്നു. കാരണം ഇനോഗ്രൽ മാച്ചാണ്, കുറേ നാളായിട്ട് എല്ലാവരും നോക്കി കാണുന്നതാണ് IPLന്റെ മത്സരം. സോ ഇന്ന് വരും എന്ന് പ്രതീക്ഷിക്കുന്നോടത്തുനിന്ന് കളിയില്ല എന്നുള്ള അവസ്ഥ വന്നാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്തായാലും മത്സരത്തിൻ്റെ ഓപ്പണിംഗ് സെറിമണിയൊക്കെ എനിക്ക് തോന്നുന്നു 5:30 മുതൽ ലൈവ് ഉണ്ടാവും. ജിയോ ഹോട്ട്സ്റ്റാർ അതുപോലെ തന്നെ സ്റ്റാർ സ്പോർട്സ് നെറ്റ്വർക്കിൽ ഉണ്ടാവുമായിരിക്കണം. അല്ല 5:30 മുതൽ ഉണ്ടാവുമായിരിക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. ബാക്കി കളി എന്തായാലും അവിടെ തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. സോ 6:30 മുതൽ എനിക്ക് തോന്നുന്നു ഓപ്പണിംഗ് സെറിമണി കാര്യങ്ങളുണ്ടാവും. ക്രിക്കറ്റ് ലൈവ് ഒരു 5:30-ക്ക് തുടങ്ങുമായിരിക്കും, ആദ്യ ദിവസമായതുകൊണ്ട്. സോ എന്തായാലും ക്രിക്കറ്റിൻ്റെ പൊടിപൂരം ഇവിടെ തുടങ്ങുന്നു. നമ്മുടെ IPLന് ഇപ്പോൾ ഇത് മധുര 18. എന്തായാലും കളിയിൽ നോക്കിക്കാണാം. കൊൽക്കത്ത വേഴ്സസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. ഓർബോ ജീത്ബോ ഈ സാല കപ്പ് നമ്മൾ.